ഇന്ന് സൺഡേ ഞങ്ങളിത് കുർബാനയ്ക്ക് പോകാനായിട്ട് ഇറങ്ങാണ്. ഒരുവിധം നല്ല തണുപ്പായി തുടങ്ങിയിട്ടോടെ. അപ്പോൾ ഞങ്ങളുടെ ടൂർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബോംബെ ടൂറൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഞങ്ങൾ 26-ാം തീയതിയാണ് എത്തിയത്. വൈകുന്നേരം 9:45-10 മണിയോട് കൂടിയായിട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയത്. കുറച്ച് ലേറ്റായി പോയ ട്രെയിൻ, പിന്നെ 2 ദിവസത്തെ ജേണി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും തൊണ്ടയൊക്കെ ഒരുവിധമായി. അപ്പോൾ ടൂറൊക്കെ കഴിഞ്ഞ് വന്ന് 2 ദിവസത്തെ ക്ലാസ്സും കഴിഞ്ഞ് ഇന്ന് സൺഡേ കുർബാനയ്ക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഈ വർഷത്തെ ഞങ്ങളുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞില്ല, പക്ഷെ ഒരുവിധം നല്ല തണുപ്പുണ്ട് കേട്ടോ. എന്നാലും സഹിക്കാവുന്ന തണുപ്പൊക്കെ ഉള്ളൂ. പിന്നെ നമ്മളിതിനോട് യൂസ്ഡ് ആയതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളൂ. തണുപ്പൊക്കെ ഉണ്ട് ഒരുവിധം. എന്നാലും മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് കുറച്ച് കുറവെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഇന്ന് ചെറിയൊരു പ്രകാശം കാര്യങ്ങളൊക്കെ ഉണ്ട്, സൂര്യനുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഉണക്കിയെടുക്കാനുള്ള വെയിലുണ്ട്. അങ്ങനെ ഞങ്ങൾ കുർബാനയ്ക്കൊക്കെ പോയി തിരിച്ചെത്തിയിട്ടോ. നമ്മൾ കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പാണ് ബോംബെ പോയി വന്നതെന്ന് പറഞ്ഞല്ലോ. ബോംബെയിൽ നിന്ന് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് ചെയ്തായിരുന്നു. അങ്ങനെ പല പല ഷോപ്പിംഗ് മാർക്കറ്റുകളിലൊക്കെ പോയി അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് വേണ്ട അങ്ങനത്തെ നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെറിയൊരു ഷോപ്പിംഗ് ചെയ്തു. അപ്പോൾ വാങ്ങിച്ച ഐറ്റംസ് ഞാനിതാ അവിടെ ഒരു ബിഗ് ഷോപ്പറിൽ വെച്ചിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചു തരുന്നു. ഒത്തിരി ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് മാത്രം. ഇത് ഞാൻ ഒരു ഹാൻഡ് ബാഗ് വാങ്ങിച്ചതാണ്. ഇത് കണ്ടപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടു. അവിടെ ബാഗൊക്കെ ഒരുവിധം ചീപ്പാണ്, നല്ല ലെതർ പോലത്തെ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ കേട്ടോ ഇത്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. നല്ല സോഫ്റ്റാണ്, ലെതർ ടൈപ്പ് ഒരു ലുക്ക് ഉണ്ട്. ഈ എക്സാക്ട് പ്യുവർ ലെതർ ആണോന്നും എനിക്കറിയില്ല. എന്തായാലും ഇതിന് 500 രൂപ കേട്ടോ ഇതിൻ്റെ റേറ്റ്. പിന്നെ ഇതിങ്ങനെ 3 ചെയിൻ ഉള്ളതാണ്, 3 സിബായിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട് പോക്കറ്റ്. പിന്നെ ഇവിടെ പുറത്തുണ്ട്. അപ്പോൾ എനിക്ക് സ്കൂളിലേക്കൊക്കെ പോകാനും പിന്നെ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ അതിനൊക്കെ യൂസ് ചെയ്യാനൊക്കെ ബാഗുകൾ ഇരിപ്പുണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് ആരും പറയണ്ടായിരുന്നു, ചേച്ചി ബാഗ് മാറ്റേണ്ട സമയമായിരുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാഗ് ഉപയോഗിക്കാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം അതിന് ഒത്തിരി ചെയിനുണ്ട്, അത് നല്ല കനം കുറഞ്ഞതാ, യൂസ് ചെയ്യാനും അത് വളരെ ഇഷ്ടമാണ് എനിക്കത്. അതുകൊണ്ടാണ് ഞാനത് എപ്പോഴും കൊണ്ടുനടക്കുന്നത്. അപ്പോൾ എന്തായാലും ബോംബെക്ക് പോയപ്പോൾ മാറ്റിയായിരുന്നു കേട്ടോ, ബാഗ് മാറ്റി. നിങ്ങൾ പറഞ്ഞാൽ അതുകൊണ്ട് വേറെ ബാഗ് ഇരിപ്പുണ്ടായിരുന്നു. ബോംബെക്ക് പോയപ്പോൾ യൂസ് ചെയ്തത് അനിയത്തി തന്ന ബാഗാണ്. കഴിഞ്ഞ വർഷം നാട്ടിൽ ചെന്നപ്പോൾ അനിയത്തി ബാഗ് വന്നായിരുന്നു. ആ ബാഗാണ് ബോംബെക്ക് പോയപ്പോൾ യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഈ ഒരു ബാഗ് വാങ്ങിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം കേട്ടോ. പിന്നെ അടുത്ത വാങ്ങിച്ചൊരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ടീപോയ് ക്ലോത്താണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്താൽ നമുക്ക് നല്ല റേറ്റ് കുറവിന് കിട്ടും കേട്ടോ. അവിടെ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് തന്നെ പ്ലെയിൻ ഇങ്ങനെ ഈ ഒരു ക്രീം തന്നെയായിട്ടുള്ളതുകൊണ്ട് നമ്മുടെ പുറകേന്ന് ഒരു മാറാതെ നടക്കുന്നുണ്ടായിരുന്നു ഒരു കവറിന്. ഇതിനൊക്കെ 500 രൂപ പറഞ്ഞതാട്ടോ. ഇതിന് 500 രൂപ പറഞ്ഞിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്ത് ഞങ്ങൾ 3 പേരുണ്ടായിരുന്നല്ലോ, ലേഡീസ് ടീച്ചേഴ്സും കൂടെ വേറെ 2 പേരുണ്ടായിരുന്നല്ലോ. ഞങ്ങളങ്ങനെ കുറേ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ 150 രൂപയ്ക്ക് തന്നു. അപ്പോൾ ലാഭമല്ലേ, അപ്പം ഇത് പറഞ്ഞു. പിന്നെ ഇത് നമ്മുടെ ടേബിൾ ക്ലോത്ത്, ഡൈനിങ് ടേബിളിനോ ഒക്കെ നമുക്ക് വിരിച്ചിടാൻ പറ്റിയ ആവശ്യം വലിപ്പമുള്ള വലിയത്. അപ്പോൾ ഇതും നല്ല ലേസ് ടൈപ്പ്, നല്ല വലിയ നല്ല ആവശ്യം കനമൊക്കെയുള്ള നല്ല മെറ്റീരിയൽ വിരിച്ച് കാണിക്കുന്നില്ല. അതങ്ങനെ വിരിച്ച് പിടിച്ച് കാണിച്ചു തരാം. ഈ ഒരു ഐറ്റം ഇത് ഇഷ്ടമായി നിങ്ങൾക്ക്. ഇതിനൊരു തന്നപ്പോൾ റേറ്റ് പറഞ്ഞത് 850. പിന്നെ കുറേ നേരം ബാർഗെയിൻ ചെയ്ത് പിന്നെ ഒരു 500ലേക്ക് എത്തി. പിന്നെ അങ്ങനെ പിന്നെ ബാർഗെയിൻ ചെയ്ത് അവസാനം നമുക്ക് 300 രൂപയ്ക്ക് തന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു ഐറ്റം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അടിപൊളിയല്ലേ? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ കടകളിലൊക്കെ പോയി വാങ്ങിക്കുമ്പോൾ നല്ല കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ ഒത്തിരി ബാർഗെയിൻ ചെയ്തതിന് ശേഷം നമുക്കത് 300ന് കിട്ടി. ഇത് നല്ല ഐറ്റം കേട്ടോ. അങ്ങനെ ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് വാങ്ങിച്ച ഐറ്റം എന്ന് പറയുന്നത് ബാഗ്. ഇത് ഇതേപോലെ വലിയ ബാഗ്, നമുക്ക് ട്രാവലിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനത്തെ ആവശ്യം വലിപ്പമുള്ള വലിയ ബാഗ്. ഇത് ഞങ്ങൾ എല്ലാവരും വാങ്ങിയിട്ടോ. ഇത് ഒരു ടീച്ചർ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാനും വേറെ ടീച്ചറും ഓരോന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇതും ഇതേപോലെ തന്നെ ഒരു 500 രൂപ പറഞ്ഞതാണ്. അവിടുന്ന് നമ്മൾ ബാർഗെയിൻ ചെയ്ത് നമുക്ക് 75 റുപ്പീസിന് കിട്ടി. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെ വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റാണ്. ഇതൊക്കെ ഓക്കെയാണ്, നല്ലതെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചു. 75ലും താഴേക്ക് അവർ കുറയ്ക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 75ന് വാങ്ങിച്ചു. നമ്മളിങ്ങനെ ബാർഗെയിൻ ചെയ്ത് ചോദിച്ചാൽ തന്നെ അവർ തരുള്ളൂ, അല്ലെങ്കിൽ അവർ 500 രൂപ അങ്ങനെ തന്നെ വാങ്ങും. അപ്പോൾ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റണം, എന്നാലേ കിട്ടുള്ളൂ. പിന്നെ ഇതേപോലെ തന്നെ വേറൊരു ചെറിയ ബാഗും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യം ജസ്റ്റ് മൊബൈലൊക്കെ വെച്ച് സിമ്പിൾ ട്രാവലിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ബാഗ്. ഇതുമേ 2 ചെയിനുണ്ട്.
2 സിബായിട്ട് പിന്നെ പുറത്തും കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം. അപ്പോൾ ഇങ്ങനത്തെ ഇത് നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ വേണമെങ്കിൽ ഇങ്ങനെയും പിടിക്കാം. അതൊന്നും അതില്ല. ഇങ്ങനത്തെ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തോളി തൂക്കാനുള്ള വള്ളിയും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുണ്ട് നമ്മുടെ ബാഗുകളൊക്കെ ഇഷ്ടമായി നിങ്ങൾക്ക്. ഇത് കർച്ചീഫ് നമുക്ക് ഞങ്ങൾക്ക് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കർച്ചീഫിൻ്റെ ഒരു സെറ്റാണ്. ഇത് 12 പീസ് ഉണ്ട്. 12 പീസിന് 120. പക്ഷെ റേറ്റ് പറയുമ്പോൾ 250 എന്നൊക്കെ പറയും, 250, 300 എന്നൊക്കെ. പക്ഷെ നല്ല കോട്ടനാണ്. 12 പീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കർച്ചീഫ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എനിക്കിടാനായിട്ട് ഇപ്പോൾ ഇവിടെ തണുപ്പ് കാലമാണല്ലോ. അപ്പോൾ സോക്സ് വാങ്ങിച്ചതാണ്. 2-3 പെയർ സോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. സോക്സൊക്കെ അങ്ങനെ ഒരുപാട് കോസ്റ്റ്ലി ആണ്. സോക്സ് 100 രൂപയ്ക്ക് 3 ജോഡി. അപ്പോൾ അങ്ങനെ 3 ജോഡി സോക്സ് വാങ്ങിച്ചു. നമുക്ക് ഇവിടെ തണുപ്പുണ്ടോ, എപ്പോഴും സോക്സ് വേണം. പിന്നെ വാങ്ങിച്ചത് 2 ജീൻസ് ടോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ജീൻസ് ടോപ്പ് അതിലതാ ഇതൊക്കെ എന്താ പറയുക, നല്ല പ്യുവർ കോട്ടനാണ്. ഇത് അവിടുത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്കവിടെ ബാർഗെയിനും കാര്യങ്ങളും നടക്കും. ഷോപ്പിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 550. ഇതേപോലെ തന്നെ ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ ട്രാവലിങ്ങിൻ്റെ ഒക്കെ ടൈമിൽ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് ജീൻസിൻ്റെ കൂട്ടത്തിലൊക്കെ ഇടാൻ പറ്റിയ അങ്ങനത്തെ 2 ടോപ്പ് എടുത്തേക്കുന്നത്. 5 വാങ്ങണമെങ്കിൽ 5 കൊടുക്കാം. ആ രീതിയിൽ അല്ലെങ്കിൽ എനിക്കിടാം. അങ്ങനെ 2 ടോപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതെന്താണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടത്, ഇത് സ്റ്റീലിൻ്റെയാണ്. നമുക്ക് പുറത്തൊക്കെ ഒന്ന് ചൊറിയണം തോന്നി കഴിഞ്ഞാൽ മാന്താനൊക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ട് ഇതിങ്ങനെ ഇത്രയും നീളത്തിൽ ഇങ്ങനെ ആയി കിട്ടും. ഇതിന് 100 റുപ്പീസാണോ 75 ആണോ ഞാൻ ഓർക്കണില്ല. അങ്ങനെ എത്രയാണ് പഠനത്തിന്. ഞാനിങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയപ്പോൾ 2 വാങ്ങിച്ചു. അപ്പോൾ ചുരുക്കി നമുക്ക് ഇത്രയ്ക്ക് ആക്കി ചെറുതാക്കി വയ്ക്കാം. പിന്നെ ഇത് ചേട്ടൻ വാങ്ങിച്ചിരിക്കുന്ന ഐറ്റമാണ്. ഇതെന്താ ബോഡി മസാജ് ചെയ്യുന്ന ഐറ്റം അല്ലേ? ഇതിന്റെ എങ്ങനെയാ വർക്ക് എനിക്കറിയില്ല. ഇത് ചേട്ടൻ വാങ്ങിച്ചതാ. ഇതെന്താ ചെയ്യണേ? ഇങ്ങനെയാ പ്രസ് ചെയ്യണം. ഇവിടെയാ ഭയങ്കര വൈബ്രേഷൻ കേട്ടോ. ഇങ്ങനെ നിക്കണേ ഷുഗർക്ക് ഇന്നോ ഒന്നുകൂടെ രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. ഭയങ്കരമായിട്ട് 2 സ്റ്റെപ്പ് ഒന്നുകൂടെ ഒന്ന് ഞെക്കിട്ടങ്ങ് വിട്. ഭയങ്കര സ്പീഡാണ്. ഭയങ്കര വൈബ്രേഷൻ അതിന്. ദൈവമേ, ചേട്ടൻ നോക്കി മനസ്സിലത് ബോഡി മസാജിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് നമുക്ക് കാലുമയോ കൈമയൊക്കെ വേദനയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ആ സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല സുഖം കിട്ടുമ്പോൾ അങ്ങനെ വാങ്ങിച്ചിരിക്കുന്ന ഐറ്റം. സൂക്ഷിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൈബ്രേഷൻ. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ചാർജറും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ചാർജർ ഇതിൻ്റെ ഒപ്പം തന്നെ വെച്ചിട്ടുണ്ട്. ഒരൈറ്റം കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ചേട്ടൻ. ഇതെന്താ ഐറ്റം? തന്നെ ബോഡി മസാജിൻ്റെ തന്നെ. ഇതിങ്ങനെ ഒരു ഐറ്റം കാണാനൊക്കെ നല്ല രസമാണ്. ഇതെങ്ങനെ ഇതിന്റെ വർക്കിംഗ് തന്നെ ചെയ്ത് കാണിച്ചു. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാ? ഇത് കാണിച്ചു. വർക്കിംഗ് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഇട്ട് ഉരയ്ക്കാം, അത്രേ ഉള്ളൂ. അതിനുള്ളൊരു ബോൾസ് ഇങ്ങനെ ഓടി ഒരു സുഖം കിട്ടും. അതന്നെ അല്ലേ? ഇത് പപ്പയും മോളും കൂടെ എടുത്ത ഐറ്റം. ഇതും മറ്റേ ബോഡി മസാജ് ചെയ്യുന്ന ഐറ്റം. ഇത് രണ്ടും ഇവർ രണ്ടുപേരും പോയി വാങ്ങിയതാണ്. ആ സമയത്ത് ഞങ്ങൾ വേറെ ഷോപ്പിംഗ് ഒക്കെ ആയിരുന്നു. ബാഗും മറ്റു സാധനങ്ങളൊക്കെ ഷോപ്പിംഗ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവർ വാങ്ങിച്ചത്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഐറ്റം വേറെ ഒന്നും ഇനി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ലാസ്റ്റ് ഐറ്റം എനിക്ക് ചെറിയൊരു ഫ്രോക്ക് ടോപ്പ് വാങ്ങിച്ചതാണ്. ഇത് നിങ്ങൾ കണ്ടു കാണും വീഡിയോയിലൊക്കെ. ഞങ്ങൾ വാങ്ങിക്കുന്ന മാർക്കറ്റിൽ നിന്ന് ഇതേപോലെ നമുക്ക് പുറകിൽ ഇതിൻ്റെ കെട്ടാനുള്ള വള്ളി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ണത്തിനനുസരിച്ച് നമുക്ക് വലിച്ചു കെട്ടാം. അപ്പോൾ ഇങ്ങനത്തെ ടോപ്പ് ഞാനും എടുത്തിട്ടുണ്ട്, പ്രീത ടീച്ചർ കൊടുത്തിട്ടുണ്ട്, ശ്രീഷ ടീച്ചർ വേറെ ടോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും ഡിഫറെൻറ്റ് ടോപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട്. പ്രീത ടീച്ചറുടെ കളർ വേറെയാണ്, ഇതേപോലെയൊക്കെ തന്നെയാണ്, എന്നാലും കളർ വേറെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2-3 ടോപ്പ് എടുത്തു. 3 പേരും ഓരോ ടോപ്പ് എടുത്തു. പിന്നെ അഞ്ജുവിന് ടീഷർട്ട് വാങ്ങിച്ചായിരുന്നു. അത് അഞ്ജു ഓൾറെഡി കിട്ടി. ആ ഇഷ്ടത്തിന് തന്നെ പിറ്റേ ദിവസം തന്നെ ഇട്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്ത ഷോപ്പിംഗ്, ബോംബെയിൽ നിന്ന് ചെയ്ത ഷോപ്പിംഗ്. പിന്നെ നിങ്ങളൊരു ഐറ്റം കാണിക്കാനുള്ളത് അഞ്ജുവിൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് കൊടുത്തതാണ്. അഞ്ജുവിനെ കാണിച്ചു. അഞ്ജുവിൻ്റെ
ക്രിസ്മസ് ഗിഫ്റ്റ്. ഇത് ഞങ്ങൾ ശരിക്കും ഇവിടെ ബോംബെക്ക് പോകുന്നതിന് മുൻപ് തന്നെ ക്രിസ്മസ് ഫ്രണ്ട് കൊടുത്ത് കൊടുത്തതാട്ടോ. പക്ഷേ നമുക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് പുഡിംഗ് സെറ്റാണ്. 7 പീസായിട്ടുള്ള പുഡിംഗ് സെറ്റാണ് കേട്ടോ. ഒരു വലിപ്പമുള്ളൊരു ബൗളുണ്ട്, പിന്നെ ഒരു 3 ബൗൾ വേറെ, അല്ല 3 ബൗൾ ഇവിടെയും 3 ബൗൾ ഇവിടെ, അങ്ങനെ. അപ്പോൾ ടോട്ടൽ 7 ബൗൾസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതാണ് അഞ്ജുവിന് കിട്ടിയ ഈ വർഷത്തെ ക്രിസ്മസ് ഗിഫ്റ്റ്. അഞ്ജുവിന് കിട്ടിയിരുന്ന പേര് ആ ഫ്രണ്ടിന് അഞ്ജു കൊണ്ടായി ഗിഫ്റ്റ് കൊടുത്തായിരുന്നു ഞങ്ങൾ പോണതിന് മുമ്പ് തന്നെ. അത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് അത് കൊടുത്തായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ തൽക്കാല ഷോപ്പിംഗ്, ഈ വിശേഷങ്ങളൊക്കെ. ഇനി ഞങ്ങൾ അതാ ഷോപ്പിങ്ങിനായിട്ട് പോകണം. ഞങ്ങൾക്ക് ലേറ്റ് ആവണം. അപ്പോൾ ഇനി പോയിട്ട് നമുക്ക് പച്ചക്കറി കാര്യങ്ങളെല്ലാം വാങ്ങിക്കാണ്ട് കിച്ചൺ ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ കിടക്കണം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നൊക്കെ ഒരു ഇതൊക്കെ യൂസ് ചെയ്തൊക്കെ തീർന്നു. ഒക്കെ കാലി ചെയ്യണം. ഇനി എല്ലാം പോയി വാങ്ങിച്ചിട്ട് വേണം. അപ്പോൾ ഷോപ്പിങ്ങിനായിട്ട് പോകണം. സൺഡേ ഒക്കെ നല്ല റഷാണ്. അപ്പോൾ വഴിയിൽ നമുക്ക് ഒട്ടും സ്ഥലമില്ല എന്ന് തന്നെ പറയാം. അത്രയും വണ്ടികളാണ്, നല്ല റഷാണ്. ഇന്ന് എന്തായാലും സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആവശ്യം വെയിലൊക്കെ ഉണ്ട്. ഇന്നലെ സൂര്യൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ സൂര്യനെ കണ്ടില്ല. ഇത് ഞങ്ങളുടെ മാർക്കറ്റിലേക്ക് പോകുന്ന മെയിൻ റോഡ് ഇതാണ്. അതുകൊണ്ടാണ് നമ്മളുടെ വീഡിയോയിലും ഒട്ടുമിക്കവാറും വീഡിയോകളിൽ നമ്മൾ ഈ ഒരു റോഡ് കാണുന്നത്. വേറെ വഴികളൊക്കെ ഉണ്ട് പോകാവുന്നതൊക്കെ, പക്ഷെ എന്നാലും മെയിൻ റോഡ് ഇതാണ്. അങ്ങനെ ഞങ്ങൾ ഇതാ പച്ചക്കറി മാർക്കറ്റിലേക്ക് എത്തിയ കേട്ടോ. അപ്പോൾ നമ്മൾ മുംബൈയിൽ പോയിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലത്തെ വെജിറ്റബിൾ കാര്യങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാം വാങ്ങിച്ചിട്ട് വേണം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതാ എല്ലാം കിട്ടുന്ന ഒരു പച്ചക്കറി മാർക്കറ്റിലേക്ക് ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് എല്ലാം എന്താ വാങ്ങിക്കേണ്ടതെല്ലാം വാങ്ങിച്ച് ഇവിടുന്ന് ഇനി നമുക്ക് കിച്ചൺ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന ഷോപ്പിലേക്കും കൂടെ ഒന്ന് എത്തണം. അങ്ങനെ ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അത് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മസാല ഐറ്റംസ്, പിന്നെ പരിപ്പ് പയർ ഐറ്റംസ്, പിന്നെ നമ്മുടെ പാല്, തൈര്, അങ്ങനെയൊക്കെയുള്ള പനീർ, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ വാങ്ങിക്കാനുണ്ട്. പൊടികളൊക്കെ, മസാല പൊടികളെല്ലാം കഴിയാറായിട്ടൊക്കെ ഇരുന്നായിരുന്നു. അപ്പോൾ അതും വാങ്ങിക്കണം. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങളിതാ മാർക്കറ്റിലേക്ക്, സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുക കേട്ടോ. അപ്പം അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ ഒരുവിധം അവസാനിച്ചു. എല്ലാ ഐറ്റംസും വാങ്ങിക്കേണ്ടതൊക്കെ വാങ്ങിച്ചു. നമ്മൾ പച്ചക്കറിയും പിന്നെ കിച്ചൺ ഐറ്റംസ്, മസാല കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം, പിന്നെ ഫ്രൂട്ട്സ്, എഗ്ഗ്, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എല്ലാം വാങ്ങിക്കേണ്ടതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നായിരുന്നത്. അതുകൊണ്ട് പിന്നെ ആ ഒരു ടെൻഷനില്ല. അപ്പോൾ ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ലഞ്ചൊക്കെ കഴിക്കണം. 5 വെയിറ്റ് ചെയ്യണം. അഞ്ജുനാണെങ്കിൽ ഇന്ന് കാറ്റഗിസം ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരൊക്കെ വരുന്നുള്ളൂ, പഠിപ്പിക്കാനൊക്കെ ഉള്ളവരൊക്കെ പലയിടത്തൊക്കെ ക്രിസ്മസ് ഹോളിഡേയ്സിനൊക്കെ പോയിട്ട് എല്ലാവരും തിരിച്ചെത്തുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ, പിന്നെ അത് മാത്രമല്ല നെക്സ്റ്റ് സൺഡേ അഞ്ജുവിന് കാറ്റഗിസത്തിൻ്റെ എക്സാം ഉണ്ട്. അപ്പോൾ അഞ്ജു വീട്ടിലുണ്ട്, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഷോപ്പിങ്ങിന് പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.